സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു. ബി ഫാഷൻ ലേഡീസ് ഇന്നർവെയർ ആൻഡ് റെഡിമെയ്ഡ്സ്, TP കോംപ്ലക്സ് നിയർ PK ഗോൾഡ്, പൂക്കോട്ടുംപാടം. വണ്ടൂരിനെ ചുവപ്പണിയിച്ച് LDF വികസന മുന്നേറ്റ ജാഥ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥയ്ക്ക് വണ്ടൂരിൽ നൽകിയത് ആവേശോജ്വല സ്വീകരണം. ആ കലക്കുന്ന വെള്ളം കലക്കുന്നവരാരൊക്കെയാ? ഒന്ന് RSS ആണ്, BJP ആണ്, മറ്റൊന്ന് ജമായത്തെ ഇസ്ലാമിയാണ്, മറ്റൊന്ന് കാസയാണ്. എല്ലാം കുടുംബേഷാണ്. ഈ കുടുംബേഷം കലക്കി കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ കരുതലോടെ ഫലപ്രദമായി നേരിടണമെന്നാണ് ഞങ്ങൾ ഈ ജാഥ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ നേരിട്ടില്ല എങ്കിൽ പിന്നെ ഈ കേരളം ഉണ്ടാവില്ല. അപ്പോൾ കേരളം നിലനിൽക്കണോ? കേരളം നിലനിൽക്കണമെങ്കിൽ വർഗീയതയെ ചെറുത്തു പരാജയപ്പെടുത്തണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം, ഞാൻ മിക്കവാറും ആളുകളെ പറ്റി ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കെല്ലാം വിശ്വാസം ഉണ്ടെന്നാണ്. എല്ലാം പുതിയ കൊണ്ടുവരുന്നുണ്ട് ഇല്ലേ? വിശ്വാസം നിങ്ങൾ വിശ്വാസിയാണോ? അതെ, എനിക്കറിയില്ല. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടറിയാം പരമാവധി ആരാ? വിശ്വാസികൾ. വിശ്വാസികൾ വർഗീയവാദികളാണോ? വിശ്വാസികൾ വർഗീയവാദിയാണോ? വർഗീയവാദികൾക്കൊന്നില്ല, വിശ്വാസമില്ല. അവൻ രാഷ്ട്രീയാധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. അതിന്റെ ചവിട്ടുപടിയായി വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വർഗീയതയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗാര വിശ്വാസികൾ. അപ്പോൾ വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കണമെന്നാണ് ഈ ജാഥ ജനങ്ങളോട്
അഭ്യർത്ഥിക്കുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു സ്വീകരണമെങ്കിലും മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി കനത്ത വെയിലിനെ അവഗണിച്ച് 3 മണിയോടെ തന്നെ ചെറുതും വലുതുമായ വാഹനങ്ങളിൽ നഗരത്തിൽ വന്നിറങ്ങി കയ്യിൽ കൊടികളുമേന്തി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമ്മേളന നഗരിയായ മണലമൽ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഒഴുകിയെത്തി. കുണ്ടുതോട് നയന ഗോപിയും കരുവാരകുണ്ട് അൻവിക സതീഷും ഗാനാലാപനത്തിന് തുടക്കമിട്ടു. തുടർന്ന് നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലിയുടെ പാട്ടും പറച്ചിലും കാണികൾ ഏറെ ആസ്വദിക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു. അതിനുശേഷം CPM വാണിയമ്പലം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലെ ശാന്തിനഗർ ചെറുമുണ്ടശ്ശേരിയിലെ പൂശാലി രേഷ്മയുടെ നേതൃത്വത്തിലുള്ള ശ്രീമുരുക കൈകൊട്ടിക്കളി സംഘം വിപ്ലവ ഗാനങ്ങളിലൂടെ അവതരിപ്പിച്ച കൈകൊട്ടിക്കളി സദസ്സ് ഏറ്റെടുക്കുകയായിരുന്നു. 6 മണിയോടെ ജാഥ അംഗങ്ങളെത്തി. തുടർന്ന് പൊതുസമ്മേളനം ആരംഭിച്ചു. CPM ഏരിയ സെക്രട്ടറി MT അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വടക്കോട് മോനച്ചൻ, P സന്തോഷ് കുമാർ MP, A സലീഹ, സ്വാഗത സംഘം ചെയർമാൻ P മുരളി എന്നിവർ പ്രസംഗിച്ചു. രാത്രി 8 മണിയോടെയാണ് ജാഥ ക്യാപ്റ്റൻ സമ്മേളന നഗരിയിലെത്തിയത്. അതുവരെ ജാഥയെ സ്വീകരിക്കുവാനെത്തിയവർ ഇരുന്നിടത്തു നിന്ന് എണീക്കാതെ കാത്തിരുന്നു. ജാഥയെ മണ്ഡലത്തിന്റെ അതിർത്തിയായ വടപുറത്ത് വെച്ച് 100 കണക്കിന് മോട്ടോർ സൈക്കിളുകളുടെ അകമ്പടിയോടെ ആനയിക്കുകയായിരുന്നു. തുടർന്ന് നിലമ്പൂർ റോഡിൽ അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സ്വാഗത സംഘം ഭാരവാഹികളും LDF നേതാക്കളും റെഡ് വളണ്ടിയർമാർ വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങൾ, മുത്തുകുടകൾ, പോപ്പബാസ്റ്റ്, വർണ്ണബലൂണുകൾ, കരിമരുന്ന് പ്രയോഗങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വരവേറ്റു. തുടർന്ന് തുറന്ന വാഹനത്തിലാണ് ജാഥ ക്യാപ്റ്റനെ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.